ഇന്നലെ സന്ധ്യയ്ക്ക് മിക്കിക്ക് ഷെഡിൽ നിന്നൊരു എലിക്കുഞ്ഞിനെ കിട്ടി. അതിനെയും കൊണ്ടുവന്ന് ലില്ലിക്കുട്ടിയുടെ അടുത്ത് കൊണ്ടിട്ടപ്പോൾ ലില്ലിക്കുട്ടി അതിനെ കടിച്ചെടുത്തുകൊണ്ട് പോയി. അങ്ങനെ രണ്ടുപേരും കൂടെ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫൈറ്റാണ് ഇവിടെ നടക്കുന്നത്. സാധാരണ ഷെഡിൽ എലി ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും അവിടെ 2 ദിവസം കൊണ്ടേ എലിക്കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിട്ട് ഇങ്ങനെ ചെന്ന് കാവലിരിക്കുകയായിരുന്നു രണ്ടുപേരും കൂടെ. അപ്പോൾ ഇന്ന് മിക്കിക്കാണ് അത് കിട്ടിയത്. മിക്കി അതിനെയും കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടിട്ട് രണ്ടും കൂടെ ഭയങ്കര കളിയും ബഹളവും ഒക്കെ ആയിരുന്നു. സാധാരണ പേർഷ്യൻ ക്യാറ്റ്സ് അങ്ങനെ എലിയെ പിടിക്കില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ലില്ലിക്കുട്ടിയാണെങ്കിൽ എലിയായാലും പല്ലി, പാറ്റ ഇതെല്ലാം അവൾ പിടിക്കാറുണ്ട്. പിന്നെ അവർ രണ്ടുപേരും കൂടെ ആ എലിയുടെ ദയനീയ അവസ്ഥ കണ്ടിട്ട് ഇപ്പം എനിക്ക് പാവം തോന്നി. അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ടും കൂടെ വിടുവോ? മിക്കിക്ക് കിട്ടിയ സന്തോഷത്തിൽ ലില്ലിക്കുട്ടി തൊടുമ്പോൾ അവൾക്ക് ദേഷ്യമാണ് ലില്ലിക്കുട്ടി പിടിക്കുന്നതിൽ. അതിപ്പം ലില്ലിക്കുട്ടിക്ക് ഇപ്പം അടി ഉറപ്പാണ്. എലി ഇപ്പം ഇവരെ കൈവിട്ട് പോവും. രണ്ടും കൂടെ കൊണ്ടിട്ട് കളിച്ചിട്ട് പോയി, കൈവിട്ട് പോയി. അങ്ങനെ അത് ആ കർട്ടൻ്റെ മുകളിൽ അത് കയറിയിരുന്നു. ഞാൻ പക്ഷേ എപ്പോഴും കണ്ടില്ല. ഇവർ രണ്ടുപേരും കൂടെ കളിച്ച് രാത്രിയായപ്പോൾ ഇവർ ഉറക്കമായി. ഞാൻ നോക്കിയപ്പോൾ കർട്ടൻ്റെ മോൾ ഭാഗത്തിരിക്കണ കണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ ഇവരെ പേടിച്ചിട്ട് പുറത്തിറങ്ങി പോകുമായിരിക്കുമെന്ന് വിചാരിച്ച്. പക്ഷേ സംഭവം അന്ന് രാത്രി തന്നെ ലില്ലിക്കുട്ടി അതിനെ കടിച്ചു കൊന്നു. രാവിലെ ഞാൻ എണീറ്റ് ഒന്ന് നോക്കിയപ്പോൾ അടുക്കളയിലുള്ള അത് ഉള്ളിയൊക്കെ ഇട്ട് വെച്ചേക്കുന്ന കൂടെ എല്ലാം തട്ടിയിട്ടേക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്ത് പറ്റിയത്? ലില്ലിക്കുട്ടി സാധാരണ അങ്ങനെ ഇതൊന്നും ചെയ്യാറില്ല. ഇതെങ്ങനെ ഇത് മിക്കി ഇതിനകത്ത് ലില്ലിയുടെ അടുത്തല്ല മിക്കി കിടക്കണത്. എങ്ങനെ നേരം വിളക്കുമ്പോൾ രണ്ടും കൂടെ ഭയങ്കര അടിയായിരിക്കും. അതുകൊണ്ട് ഞാൻ രണ്ടുപേരെയും രണ്ടിടത്താണ് കിടത്തുന്നത്. സംഭവം ലില്ലി കിടന്ന ഇത് തറയിൽ വിരിച്ചു കൊടുത്ത ഷീറ്റ് എടുത്ത് മാറ്റിയപ്പോൾ അതിൻ്റെ അടിയിൽ എലി ചത്ത് കടിച്ച് കൊന്ന് അവൾ സേഫ്റ്റിയാക്കി കൊണ്ട് വെച്ചേക്കിന്. അങ്ങനെ രാവിലെ എവിടെയൊക്കെ മിക്കി കണ്ടപ്പോൾ മിക്കി അതിനെ കൊണ്ടിട്ട് ഭയങ്കര കളിയായിരുന്നു. ഇപ്പോൾ ഇത് ഈ എലി കൈവിട്ട് പോയ ദേഷ്യത്തിൽ മിക്കി പരവേശപ്പെട്ട് നടക്കുകയാണ്. ആ കൈവിട്ട് പോയപ്പോൾ ഉള്ളൊരു സംഭവമാണിത്. കാണാതായതിൻ്റെ ഭയങ്കര വിഷമത്തിൽ നടക്കുകയാണ്. അതിനിപ്പോൾ ലില്ലിക്കുട്ടിക്ക് കൊടുക്കും. എൻ്റെ എലിയെ നീ എന്തിനടി പിടിച്ചുകൊണ്ട് പോയെന്നാ എന്താണോ എന്തോ രണ്ടുപേരും കൂടെ ഭയങ്കര അടിയായി. ഈ മിക്കിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിയാണ്. മിക്കി എല്ലാ കാര്യവും മിക്കി വഴക്ക് പറയണത് എല്ലാം അവൾക്ക് അറിയാം. അവൾ എലിയെ മറ്റവൾ കൊണ്ടുവന്ന് കളഞ്ഞെന്നോ എന്ത് വിചാരിച്ചിട്ടാണോ എന്തോ നല്ല രീതിയിൽ രണ്ടും കൂടെ അടിയായി. ഞാൻ അവിടെ പിടിച്ച് മാറ്റാം. ഇതിപ്പം അങ്ങ് വിഷമിച്ച് കിടക്കുകയാണ്. ഒക്കെ എലി പോയ ദുഃഖത്തിൽ കിടക്കണം. അവൾക്ക് കടി കൊടുത്തതിന് ഞാൻ പോയി വഴക്ക് പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ കയറി പിടിക്കാൻ വേണ്ടി നോക്കിയത്. എന്തിനടി ഞാൻ വഴക്ക് പറഞ്ഞു. അവളെ ഉപദ്രവിക്കുന്ന കണ്ടപ്പോൾ പാവം തോന്നി എനിക്ക് ലില്ലിക്കുട്ടിയെ. അവൾ ഭയങ്കര ഉപദ്രവം. അടിക്കാനും പറ്റൂല. പക്ഷേ പിറ്റേ ദിവസം ആ എലിക്കുഞ്ഞിനെ ചത്തുപോയ എലിയാണ് മിക്കിക്ക് കിട്ടിയെങ്കിലും പിന്നെ ലില്ലിക്കുട്ടി അതിനെ തൊടാൻ സമ്മതിക്കേ അതിൻ്റെ അടുത്ത് വരാൻ സമ്മതിക്കോ ഒന്നും ചെയ്യില്ല. അതിനെ കുറേ നേരം കൊണ്ടിട്ട് തട്ടിക്കളിച്ച്. ഞാൻ പിന്നെ ആ ഭാഗം ഇതിൽ പെടുത്തിയിട്ടില്ല. കുറേ നേരം കൊണ്ടിട്ട് തട്ടിക്കളിച്ചിട്ട് പിന്നെ ഞാൻ അവളെ കാണാതെ പതുക്കെ നൈസിലെ എടുത്തങ്ങ് പുറത്ത് കളഞ്ഞു. അങ്ങനത്തെ